പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലിയും കളിച്ചൊരു എഴുത്തിൻ്റെ കൗതുകം ബിച്ചുവേട്ടൻ്റെ ഉണ്ട്. പൂങ്കാറ്റിനോടും കിളികളോടും കുസൃതി പറയുന്ന ഒരു കൗതുകം വളരെ വളരെ കുഞ്ഞു മനസ്സുകൾക്ക് ഇഷ്ടാവുന്ന. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. നാരക്കണ്ണനോടും ആമ്പലപ്പൂവിനോടും നിലാത്തുമ്പിയോടും നക്ഷത്രങ്ങളോടും മിന്നാമിനുങ്ങിനോടും പൂച്ചക്കുഞ്ഞിനോടും സംസാരിക്കുന്ന കുഞ്ഞിക്കൗതുകത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുമ്പോൾ എന്നോ മറന്നിട്ട് പോയ ഒരു ബാല്യത്തിൻ്റെ ഒരു മയിൽപ്പീലിത്തുണ്ട് നമ്മുടെ മൂർധാവിൽ ആരോ തലോടാറുണ്ട്. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാം. ഇത്തരത്തിലുള്ളൊരുപാട് സ്നേഹം നമുക്ക് തരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഗരിമയുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അന്തസ്സുള്ള പാട്ടുകൾ, ആരൂഢമുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. കർണാടക സംഗീതത്തിൽ പലരും ധ്വനിവിശേഷമായ ധ്വനിസാന്ദ്രമായ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം അതിൽ അത്ഭുതപ്പെടുത്തുന്ന പാട്ട് എഴുതിയത് ഇന്നും അത്ഭുതമാണ്, എന്നും അത്ഭുതമാണ്. ശ്രീ ജയവിജയ സംഗീതം ചെയ്ത നിറകുടത്തിലെ ആ പാട്ട്, കമൽഹാസൻ അഭിനയിച്ച നിറകുടത്തിലെ പാട്ട് ഒരു ത്യാഗരാജകൃതി പോലെ വിശുദ്ധവും അനുഭവസാന്ദ്രവുമാണ്, ധന്യമാണ്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാഗസുധാസാഗരത്തിൽ നീരാടി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. സ്വാതി തിരുനാളിൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിൽ നക്ഷത്രത്തിൻ്റെ ദീപങ്ങൾ തിളങ്ങുകയും നവരാത്രി കീർത്തനം സ്വാതി തിരുനാളിൻ്റേതാണ്. 9 ദിവസം പാടാനുള്ള ആ വൈവിധ്യരാഗങ്ങളുടെ കീർത്തന മണ്ഡപത്തിൽ ഒരുങ്ങാണ് എന്ത് നക്ഷത്ര ദീപങ്ങൾ. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാഗസുധാസാഗരത്തിൽ നീരാടി. സ്വാതി തിരുനാൾ ഉണ്ടായിരുന്നെങ്കിൽ, ആ മഹാഗാന വാഗ്ഗേയകാരൻ, ആ ഗാനശില്പി ഉണ്ടായിരുന്നെങ്കിൽ ഒരു നുള്ള് സിന്ദൂരമെടുത്ത് എൻ്റെ ബിച്ചുവേട്ടൻ്റെ നെറ്റിയിൽ തൊട്ടേനെ. അത്രയും തമ്പുരുവിൻ്റെ, ഘടത്തിൻ്റെ, മൃദംഗത്തിൻ്റെ, രുദ്രവീണയുടെ ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ചരിത്രമാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്, ചരിത്രവും സംഗീതത്തിൻ്റെയും ചരിത്രമാണ്. ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. എന്തിന്?
സതിരു തുടങ്ങി സതിരു തുടങ്ങി. സംഗീതവേദിയിൽ സദസ്യർ നിശ്ചലരായിപ്പോയി. അവിടെ കുഞ്ചൻ നമ്പ്യാരെ പറഞ്ഞിട്ടുണ്ട്, മാരുതാസഞ്ചാരമെല്ലാം അടങ്ങിനാൻ, കാരണം ദാരുണമായ ദശാന്തരെ. കഞ്ഞികോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുനിയും താഴ്ത്തിട്ടനങ്ങാതിരിക്കുന്നു. ഓക്സിജൻ നിന്ന് പോയപ്പോഴുണ്ടായ ഒരു കേവല അമ്പലപ്പുഴ നാടിൻ്റെ കഥ എഴുതിയ കുഞ്ചൻ നമ്പ്യാരെ പോലെ ബിച്ചു ഏട്ടൻ എഴുതുകയാണ്. സതിരു തുടങ്ങി സംഗീതലഹരിയിൽ സദസ്യർ നിശബ്ദരായി. എന്നിട്ടോ ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായ് പാട്ട് പാടി. വക്രസ്വരമാണ് പിന്നെ അവിടെ ആരാധ്യരായ ജയവിജയന്മാർ സംഗീതത്തിൻ്റെ പൂർവ്വപുണ്യമായ ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്നത്. അതൊക്കെ പാടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പാട്ടിൻ്റെ പൂവരങ്ങേര് നടക്കില്ലായിരുന്നല്ലോ. ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായ് പാട്ട് പാടി. നോക്കൂ, ഒരു സ്വരം ദ്വിഗുണീഭവിപ്പിക്കുകയാണ് അവിടെ, ഇരട്ടിപ്പിക്കുകയാണ് അവിടെ. അത് കേൾക്കാൻ പ്രഭാതത്തിൽ എണീക്കണം. കാത് സാധകം ചെയ്യണം, കണ്ഠമല്ല. കാത് സാധകം ചെയ്തെങ്കിലേ അത് കേൾക്കാൻ യോഗ്യനാവുള്ളൂ. വടിവേലു തിരുമുമ്പിൽ പണ്ടു കാണിക്ക വെച്ച വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. കന്നഡയിലെ ചൗടയ്യ സ്മാരകത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്. ഒരു വയലിൻ്റെ രൂപമാണ് ആ സ്മാരകത്തിന്. ആ വടിവേലുവിൻ്റെ മുമ്പിൽ കാണിക്ക വെച്ച വയലിനിലാണ് ചൗടയ്യ വിശ്രുതി നടന്ന് ഖ്യാതി നടന്നത്. മൃദംഗത്തിൽ രാജാധിരാജൻ പാലക്കാട് മണി അയ്യരന് സംശയമില്ല. തത്തുല്യമായി നിൽക്കാൻ മാവേലിക്കര കൃഷ്ണൻകുട്ടി സ്വാമിയുമുണ്ട്. അപ്പം മൃദംഗത്തിൽ പാലക്കാട്ട് മണി അയ്യർ നെയ്ത ലയതാള തരംഗങ്ങളെങ്ങും പ്രതിഫലിച്ചു. ഇങ്ങനെ ഒരു സംഗീത സതിര് എന്ന് പറഞ്ഞാൽ സംഗീത കച്ചേരി എന്നർത്ഥം. ഈ സതിരിൻ്റെ ലോകത്തേക്ക് കേവലം ആസ്വാദകനെ 3.5 മിനിറ്റ് കൊണ്ട് ചൂണ്ടയിൽ സ്രാവിനെ എന്ന പോലെ, ചൂണ്ടയിൽ തിമിംഗലത്തെ പോലെ പിടിച്ചെടുത്ത ബിച്ചുവേട്ടൻ എഴുത്തിലെ കുമാരനാശാനാണ്, കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹം എഴുത്തിലെ എഴുത്താണ്, എഴുത്തിലെ മുത്താണ്. കൈരളിയിലേക്ക് കയറി വന്നത് ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ്. പാട്ടിനെക്കുറിച്ച് വല്ലതും പറയാം, പാട്ടിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാം. അതും എൻ്റെ മുൻകാല ഗുരുക്കന്മാരുടെ അവരുടെ പാദം പതിഞ്ഞ മണ്ണിൽ തൊടാതെ അതിനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് നടക്കാം എന്നൊരു ചിന്ത ഉണ്ടായപ്പോഴാണ് ഇവിടേക്ക് കയറി വരുന്നത്. ഇവിടെ എത്തുമ്പോഴാണ് മറ്റൊരു അത്ഭുതം എന്നെ ഇവിടെ കാത്തു നിന്നത്. കാരണം ഞാൻ 2 മീനാക്ഷി അമ്മമാരുടെ മകനാണ് ഞാൻ. ഒന്ന് എന്നെ ഗർഭം ധരിച്ച് ഈറ്റുനോവിൻ്റെ ഭാരം പേറി പ്രസവിച്ച എനിക്ക് ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിലും സംഗീതം കേൾപ്പിക്കാനുള്ളൊരു പുണ്യമുണ്ടായ, സംഗീതം കേട്ട് മടിയിൽ കിടന്ന് മുലപ്പാലോടൊപ്പം നുകരാനുള്ള സൗഭാഗ്യം തന്ന മീനാക്ഷിയമ്മ. മറ്റൊരു മീനാക്ഷിയമ്മ ഉണ്ടായിരുന്നു,
ഞങ്ങളുടെ പുത്തഞ്ചേരി പുഴയ്ക്കപ്പുറത്ത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മകളുടെ വിരൽത്തുമ്പിൽ നിന്നാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുള്ള എനിക്ക് ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. കാരണം പുത്തഞ്ചേരിയിൽ നിന്ന് ആരും സഹായിക്കാനല്ലാണ്ട് കൈരളിയിൽ ഇത്രയും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ ആയിത്തീരൽ. അപ്പം ഈ രണ്ട് ഗുരുത്വങ്ങളുടെ ഇടയിലുള്ളൊരു തൂക്കുപാലമായിരുന്നു ഞാൻ. അപ്പം കൈരളിയിൽ കയറി വന്നപ്പോൾ ഞാൻ കാണുകയാണ് ബാബുവേട്ടനെ, ബാബു ഭരദ്വാജ് എന്ന് പറഞ്ഞ എഴുത്തുകാരനെ. അക്ഷരം വ്യാകരണത്തെറ്റ് കൂടാതെയും ഇളനീരിൻ്റെ മധുരത്തിലും ആന്തസ്സിലും എഴുതുന്ന ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തെ വേണ്ടാതെ ബൂസ്റ്റപ്പ് ചെയ്യാത്തതുകൊണ്ട് പ്രവാസിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഒതുങ്ങി. അത് പോരാ, അദ്ദേഹം ഇനി എഴുതണം. ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റേത് പഠിക്കണം, വായിക്കണം, എൻ്റെ കുട്ടികൾക്ക് വായിക്കണം, അവരുടെ കുട്ടികൾക്ക് വായിക്കണം. നമ്മുടെ തലമുറയിലേക്ക് ഗ്രന്ഥപ്പുരയിൽ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഭാഷ ഉള്ള ഒരാൾ ഞാൻ രണ്ടാമത് കണ്ടുമുട്ടുന്നത്. പിന്നെ ഇവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് കുട്ടികളെയാണ്. അവരുടെയൊക്കെ പേര് ഞാൻ ഇതിൻ്റെ അവസാനിപ്പിക്കുമ്പം പറയുള്ളൂ. കാരണം നന്ദി നേരത്തെ പറഞ്ഞു തീർത്താൽ അതിന് ഫലമുണ്ടാവില്ല എന്നാണ് ശാസ്ത്രം. അതുകൊണ്ടാണ് സംഗീതത്തിൻ്റെ ഈ പൂവരങ്ങിലേക്ക് കാവാലം നാരായണപ്പണിക്കർ എന്ന ധിഷണാശാലിയെയും MG രാധാകൃഷ്ണൻ എന്ന ഗന്ധർവനെയും ഓർമ്മകൾ ആണ്. ഓർമ്മകൾക്ക് മരണമില്ല. ഓർമ്മകൾ പണയം വയ്ക്കാൻ പറ്റില്ല. ഓർമ്മകൾക്ക് നിലപാടില്ല. അത് സുനാമി പോലെയാണ്, അത് സ്നേഹം പോലെയാണ്, അത് മരണമാണത്. ഓർമ്മകൾ ഓലോലം തകരുമേ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എഴുതാമോ എന്നായിരുന്നു ഞാനിത് പാടിക്കൊണ്ടിരുന്നത് ആദ്യം. അപ്പം എന്നോട് ഏട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല, മറക്കാൻ എഴുതാമോ, എളുപ്പമാണോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പറ്റില്ല നമുക്ക്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച ആദ്യം ആ അകാരം എഴുതി തന്ന ഗുരുനാഥൻ്റെ ചോക്കും വിരൽത്തുമ്പും ബ്ലാക്ക് ബോർഡും മറക്കാൻ പറ്റിയാൽ കാളിദാസനില്ല. ഭൂർജവൃക്ഷത്തിൽ അകാരാദി ക്ഷകാരാന്തം അക്ഷരം എന്നാണ് ശാസ്ത്രം. അത് പഠിപ്പിച്ച ആൾക്ക് ആ ഗുരുത്വം ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ ജീവിതമില്ല. ഇത് പ്രണയത്തിനും അങ്ങനെയാണ്, ജീവിതത്തിൻ്റെ പരിസരത്തിലും ഉള്ള പാഠവും അതാണ്. ഓർമ്മകൾ അതുണ്ടായിരിക്കണമെന്ന് ഒരു മഹാചലച്ചിത്രകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. TV ചന്ദ്രൻ എന്ന ധിഷണാശാലിയ ഒരു ചലച്ചിത്രകാരൻ. ഓർമ്മകൾ ഓലോലം തകരുമേ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ എന്നിട്ട് പറയുന്നു, പിന്നെ ദുഃഖം ഒരേകാന്ത സഞ്ചാരി. ദുഃഖം ഏകാന്ത സഞ്ചാരിയാണ്, അവധൂതനാണ്. അവന് തനിമയുടെ യാത്ര ഉണ്ട്. നമ്മുടെ മനസ്സിലെ ദുഃഖം നമ്മൾ പറയും പങ്കിടാം. എനിക്ക് ദുഃഖം പങ്കിടാൻ
നീ ഇല്ലേ സുമിത്രേ എന്ന് ചോദിച്ച കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷേ ദുഃഖം പങ്കിടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ദുഃഖം ഏകാന്ത സഞ്ചാരിയാണെന്നാണ് കാവാലം നാരായണ പണിക്കർ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. അത് എഴുത്തച്ഛൻ്റെയും കുമാരനാശാൻ്റെയും തത്വചിന്താപരമായ ഒരു ഉൾക്കാഴ്ചയാണ്. ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു. ദുഃഖം ഒരേകാന്ത സഞ്ചാരി. ചങ്ങമ്പുഴ പറഞ്ഞു ഈറക്കുഴലിലൂടെയാണ് എടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഭംഗം, നിരാസം ഒരു മുളന്തണ്ടിലൂടെയാണ്. കാനന ഛായയിലടുമേക്കാൻ, എല്ലാവരും പറയും കാനന ചോലയിൽ നിന്ന്, അത് തെറ്റാണത്. കാനന ഛായയിലാണ്, കാടിൻ്റെ നിലാവിലാണ്, കാടിൻ്റെ വെള്ളി അരഞ്ഞാണിട്ട അരുവിയിലാണ്. എന്നോട് പണ്ടൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു മാഷ് പറഞ്ഞു, കാനന ചോലയിൽ, ചോലയല്ല, കാനന ഛായയിൽ അടുമേക്കാൻ ജ്ഞാനം വരട്ടെയോ നിൻ്റെ കൂടെ. ആ മുളന്തണ്ടുമായി നടന്ന പാട്ടുകാരനെ, ചങ്ങമ്പുഴയെ, എടപ്പള്ളി രാഘവൻ പിള്ളയെ മലയാളത്തിൽ നമുക്ക് സമ്മാനിച്ചൊരു കാലഘട്ടത്തിൻ്റെ കാൽപ്പനിക സ്വപ്നങ്ങളെ തൊട്ടുണർത്തിയാണ് കാവാലം. പിന്നീട് ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു. സ്വപ്നങ്ങൾ എന്നോടു വിട പറഞ്ഞു. ഓർമ്മകൾ. ജി രാധാകൃഷ്ണൻ്റെ ഹൃദയം ഹാർമോണിയമാവുകയാണ് അവിടെ. അപകടം പിടിച്ച റൂട്ടിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അന്തസ്സുള്ള സംഗീതം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടാവാടി പോലെയും തൂനിലാവ് പോലെയും മയിൽപ്പീലി പോലെയും വിരിഞ്ഞുണർന്ന കാഴ്ചയാണ്. ഒരു പെട്ടിയിൽ 32 കട്ടയിൽ അദ്ദേഹം പാടുകയാണ്. ദുഃഖം ഒരേകാന്ത സഞ്ചാരി. ആ നോട്ട് അപകടമാണ്. കോമ്പോസിഷൻ അറിയാവുന്നവർക്കതറിയാം, സംഗീതം അറിയാവുന്നവർക്കതറിയാം. ഈറക്കുഴലൂതി വിളിച്ചു. ദുഃഖം, അത് അനുബന്ധമാണ് അതിൻ്റെ. പാട്ട് പഠിച്ചവർക്ക് മനസ്സിലാവുക. സ്വപ്നങ്ങൾ എന്നോടു വിട പറഞ്ഞു. ഓർമ്മകൾ. അവിടെ നാദബ്രഹ്മം അക്ഷരബ്രഹ്മത്തോട് ഇണചേരുകയും അതിൽ നിന്ന് സംഗീതം അഭിസാഹിത്യം സരസ്വത്യാസ്തനദ്വയം എന്ന് പണ്ട് സംഗീത കൽപ്പദ്രുമത്തിൽ ഋഷി പറഞ്ഞതുപോലെ, സാമത്തിൽ പറഞ്ഞതുപോലെ, സംഗീത പാരിജാതത്തിലെ പൂ പോലെ എം ജി രാധാകൃഷ്ണൻ സാറും കാവാലം നാരായണ പണിക്കർ സാറും സംഗമിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുരുവായൂരപ്പനാണ് ആ പാട്ട്. പടരാൻ വിതുമ്പും മോഹങ്ങൾ നിത്യകല്യാണിലതകൾ പടരാൻ വിതുമ്പും മോഹങ്ങൾ നിത്യകല്യാണിലതകൾ സ്വർഗങ്ങൾ തേടിക്കൊണ്ടിഴഞ്ഞു നീങ്ങി ഓർമ്മകൾ. സ്വർഗത്തിലേക്ക് വാതായനങ്ങളുണ്ടെന്നും സ്വർഗത്തിലേക്ക് സങ്കടങ്ങളുണ്ടെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയ, നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ശ്രീ എം ജി രാധാകൃഷ്ണനും ശ്രീ കാവാലവും. പടരാൻ വിതുമ്പുന്ന മോഹങ്ങൾ നിത്യകല്യാണി ലതയെപ്പോലെ വ്യാമോഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് എന്നും സ്വർഗം കാണിച്ച് നമ്മളെ മോഹിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുള്ളൂ ഏത് പ്രത്യയശാസ്ത്രവും. എവിടെയോ മരിച്ചാൽ ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നൊരു വിഡ്ഢിയാണ് ഞാൻ. ഇത് ഏത് പ്രത്യയശാസ്ത്രക്കാരനും പറഞ്ഞിട്ടുണ്ട്, പേര് മാറുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്കുക കഷ്ടപ്പെട്ടിട്ട് അടുത്ത ജന്മത്തിൽ നോക്കാമല്ലോ എന്ന്. അടുത്ത ജന്മം ഉണ്ടെന്ന് ആരാ എഴുതി തരുമോ? അവിടെ പ്രധാനമന്ത്രി ഒരു വെള്ളക്കടലാസിൽ എഴുതി തരുമോ? സ്റ്റാമ്പ് പേപ്പറിൽ
അടുത്ത ജന്മത്തിൽ ഞാൻ വയലാർ രാമവർമ്മയാവുന്നു, അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പിയാവുന്നു, ONV ആവണം. അപ്പോൾ അടുത്ത ജന്മം എന്ന് പറഞ്ഞത് ഏത് വിഡ്ഢിയെയും വേദനിപ്പിക്കാനും ഏത് വിഡ്ഢിയുടെ ജീവിതത്തിൽ നിന്നും അവന് സമാധാനം ഉൾക്കൊള്ളാനും ഉള്ളൊരു കുട്ടികൾക്കൊക്കെ ബലൂൺ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ ഞാൻ ഉത്സവത്തിന് കൊണ്ടുപോയത് പുത്തഞ്ചേരി, കൊയിലാണ്ടി ഭാഗങ്ങളിലൊക്കെ പറയും, പക്ഷേ എനിക്ക് ബലൂൺ വാങ്ങിച്ചു തരണം. അപ്പം നല്ല വർണ്ണ ബലൂണാണ്, അതിനകത്ത് കടുക് മണിയൊക്കെ ഇട്ടിട്ട് ഉള്ള ബലൂൺ. ഇതേത് നിമിഷം പൊട്ടിപ്പോകും എന്ന് അവൻ്റെ അച്ഛനായ എനിക്കും അവൻ്റെ അമ്മയായ ബീനയ്ക്കും അറിയുള്ളൂ. എൻ്റെ മക്കൾക്ക് ധാരണ എന്താണ്? ഇതിങ്ങനെ നിത്യം കിലുക്കി നടക്കാം, ഇത് മതി ജീവിതം, ഇതുകൊണ്ട് അന്നമുണ്ടാക്കാം, ഇതുകൊണ്ട് ആഹാരമുണ്ടാക്കാം, ഇതുകൊണ്ട് അക്ഷരമുണ്ടാക്കാം, ഇതുകൊണ്ട് അഭ്യാസമുണ്ടാക്കാം, ഇതുകൊണ്ട് ജനിക്കാം, ഇതുകൊണ്ട് ജീവിക്കാം, ഇതുകൊണ്ട് ഭോഗിക്കാം, ഇതുകൊണ്ട് പ്രണയിക്കാം, ഇതുകൊണ്ട് മരിക്കാം എന്നൊരു തെറ്റിദ്ധാരണയാണ് അവന്. അതുപോലെ എക്കാലത്തും ഉള്ളൊരു വ്യാമോഹത്തെ നമുക്ക് ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു തത്വചിന്തകൻ്റെ ദർശനദീപ്തിയിൽ നിന്ന് കാണിച്ചു തന്ന മഹാനാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ.